കോടീശ്വരന്മാരായിട്ടുള്ള ഇന്ത്യയിലെ 100 ആളുകൾ പാർട്ട് 2 വീഡിയോ ആണിത്. 50-ാമതായിട്ട് വരുന്നത് വേണു ശ്രീനിവാസൻ. TVS മോട്ടോഴ്സിന്റെ ചെയർമാനായ ഇദ്ദേഹത്തിന്റെ മൊത്തം ഒരു സമ്പത്ത് എന്ന് പറയുന്നത് ഏകദേശം $5.80 ബില്യൺ അഥവാ 54,159 കോടി രൂപയോളമാണ്. 49-ാമതായിട്ട് വരുന്നത് MA യൂസഫ് അലി. കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ യൂസഫ് അലിയുടെ ആസ്തി എന്ന് പറയുന്നത് $5.85 ബില്യൺ അഥവാ 54,416 കോടി രൂപയോളമാണ്. 48-ാമതായിട്ട് വരുന്നത് കെ രാഹേജ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സ്ഥാപകനായ ചന്ദ്രു രാഹേജയാണ്. $5.90 ബില്യൺ അഥവാ 54,886 കോടി രൂപയോളമാണ് ഇദ്ദേഹത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത്. 47-ാമതായിട്ട് വരുന്നത് ശ്രീധർ വെമ്പു. സോഹോ ടെക്നോളജിക്കൽ കോർപ്പറേഷന്റെ സ്ഥാപകനും സിഇഒയും ഒക്കെയാണ് നിലവിൽ ഇദ്ദേഹത്തിന്റെ ആസ്തി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം $6 ബില്യൺ അഥവാ 55,816 കോടി രൂപയോളമാണ്. 46-ാമതായിട്ട് വരുന്നത് കുൽദീപ് സിംഗ്. ബർഗർ പെയിന്റിംഗിന്റെ ചെയർമാനായ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് $6.20 ബില്യൺ അഥവാ 57,671 കോടി രൂപയോളമാണ്. 45-ാമതായിട്ട് വരുന്നത് ഗിർദാരി ലാൽ ബാവറി. മക്ലിയോഡ്സ് ഫാർമസ്യൂട്ടിക്കലിന്റെ ചെയർമാനായ ഇദ്ദേഹത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഏറെക്കുറെ $6.30 ബില്യൺ അഥവാ 58,607 കോടി രൂപയോളമാണ്. 44-ാമതായിട്ട് വരുന്നത് നുസ്ലി വാഡിയ. ആദ്യം തന്നെ ഇദ്ദേഹത്തിന്റെ ആസ്തി പറയുകയാണെങ്കിൽ ഏകദേശം അത് $6.35 ബില്യൺ അഥവാ 59,000 കോടി രൂപയോളമാണ്. ബോംബെ ഡൈയിങ് ഗ്രൂപ്പിന്റെ ഇന്നത്തെ ചെയർമാനായിക്കൊണ്ട് ഇദ്ദേഹം പ്രവർത്തിക്കുന്നു. 43-ാമതായിട്ട് വരുന്നത് സിംഗ് കുടുംബം. അലിക്കെയിം ലബോറട്ടറീസ് എന്ന ഹെൽത്ത് കെയർ ബിസിനസ് ഇന്ന് നടത്തിക്കൊണ്ടുപോകുന്നത് സിംഗ് കുടുംബമാണ്. ഏകദേശം $6.40 ബില്യൺ അഥവാ 59,538 കോടി രൂപയോളമാണ് ഇന്നത്തെ സിംഗ് കുടുംബത്തിന്റെ ആസ്തി എന്ന് പറയുന്നത്. 42-ാമതായിട്ട് വരുന്നത് വിവേക് ചാന്ദ് സഹ്ഗാൾ. മദർസൺ ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനും ഒക്കെയായ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് $6.50 ബില്യൺ അഥവാ 60,468 കോടി രൂപയോളമാണ്. 41-ാമതായിട്ട് വരുന്നത് സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡിന്റെ സ്ഥാപകരിൽ മറ്റൊരാളായ സത്യനാരായണൻ ന്യൂവാലാണ്. $6.60 ബില്യൺ അഥവാ 61,393 കോടി രൂപയോളമാണ് ഇദ്ദേഹത്തിന്റെ വ്യക്തിഗത ആസ്തി എന്ന് പറയുന്നത്. 40-ാമതായിട്ട് വരുന്നത് നിഖിൽ കമ്മത്ത്. ഇന്ത്യയിലെ സ്റ്റോക്ക് ബ്രോക്കറുകളിൽ ഒന്നായ സറോദയുടെ സ്ഥാപകനായ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് ഏകദേശം $6.80 ബില്യൺ അഥവാ 63,254 കോടി രൂപയോളമാണ്. 39-ാമതായിട്ട് വരുന്നത് ഹർഷ് മരിവാല. മാരികോം എന്റർപ്രൈസസിന്റെ സ്ഥാപകനായ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് $6.90 ബില്യൺ അഥവാ 64,184 കോടി രൂപയോളമാണ്. 38-ാമതായിട്ട് വരുന്നത് വിനോദ് ആൻഡ് അനിൽ റായ്. ഹാവൽസ് ഇന്ത്യയുടെ ചെയർമാനും സ്ഥാപകരും ഒക്കെയായ ഇവരുടെ ആസ്തി എന്ന് പറയുന്നത് ഏകദേശം $7.20 ബില്യൺ അഥവാ 66,975 കോടി രൂപയോളമാണ്. 37-ാമതായിട്ട് വരുന്നത് ദോഷി സിബിലിംഗ്സ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ എനർജിക്കൽ കമ്പനിയായ വാരി എനർജീസ് സ്ഥാപിച്ചത് സഹോദരങ്ങളായ ഹിതേഷ, കിരിത്, പങ്കജ്, വീരൻ എന്നീ 4 സഹോദരങ്ങളാണ്. $7.50 ബില്യൺ അഥവാ 69,775 കോടി രൂപയോളമാണ് ഇന്നത്തെ ദോഷി സിബിലിംഗ്സിന്റെ ആസ്തി എന്ന് പറയുന്നത്. 36-ാമതായിട്ട് വരുന്നത് ഹസ്മുഖ് ചുഡ്കർ ഫാമിലി. ഇന്ത്യാസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഉടമസ്ഥരായ ചുഡ്കർ കുടുംബത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് ഏറെക്കുറെ $7.60 ബില്യൺ അഥവാ 70,701 കോടി രൂപയോളമാണ്. 35-ാമതായിട്ട് വരുന്നത് മംഗൾ പ്രഭാത് ലോധ. 1980-ൽ മുംബൈയിൽ ആസ്ഥാനമാക്കി സ്ഥാപിച്ച മാക്രോടെക് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനും ഒക്കെയാണ് ഇന്ന് ഇദ്ദേഹം. ഇതിനു പുറമെ ഇദ്ദേഹം വലിയൊരു രാഷ്ട്രീയ നേതാവും ഒക്കെയായ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് ഏകദേശം $7.70 ബില്യൺ അഥവാ 71,631 കോടി രൂപയോളമാണ്. 34-ാമതായിട്ട് വരുന്നത് ബേനു ഗോപാൽ ബംഗൂർ.
ഇന്ത്യയിലെ ഏറ്റവും വലിയ വില കുറഞ്ഞ സിമന്റ് കമ്പനിയായ ശ്രീ സിമന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകനായ ഇദ്ദേഹത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഏകദേശം 7.80 ബില്യൺ ഡോളർ അഥവാ 72,562 കോടി രൂപയോളമാണ്. 33-ാമതായിട്ട് വരുന്നത് മുരുകപ്പ ഫാമിലി. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുരുകപ്പ ഗ്രൂപ്പിന്റെ ചെയർമാനായ എം മുരുകപ്പയുടെ ആസ്തി എന്ന് പറയുന്നത് ഏകദേശം 8.30 ബില്യൺ ഡോളർ അഥവാ 77,211 കോടി രൂപയോളമാണ്. പഞ്ചസാര, വളങ്ങൾ, ഓട്ടോമൊബൈൽ പാർട്സ് എന്നീ തുടങ്ങി 29-ലധികം ബിസിനസ്സുകൾ ഇന്ന് മുരുകപ്പ ഫാമിലിക്കുണ്ട്. 32-ാമതായിട്ട് വരുന്നത് ഇന്ദർ ജെയിം സിംഗാനി. ഇലക്ട്രിക്കൽ വയറുകളും കേബിളുകളും നിർമ്മിക്കുന്ന കമ്പനിയായ പോളി കേബിൾ ഇന്ത്യയുടെ സ്ഥാപകനാണ് നിലവിൽ ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 8.50 ബില്യൺ ഡോളർ അഥവാ 79,072 കോടി രൂപയോളമാണ്. 31-ാമതായിട്ട് വരുന്നത് വിജയ് ചൗഹാൻ. നമ്മളെല്ലാം കഴിക്കുന്ന പാർലെ ബിസ്ക്കറ്റ് കമ്പനി സ്ഥാപിച്ചത് 1939-ൽ ചൗഹാൻ കുടുംബമാണ്. ഇന്നത്തെ പാർലെ ഗ്രൂപ്പിന്റെ ചെയർമാനായ വിജയ് ചൗഹാന്റെ ആസ്തി എന്ന് പറയുന്നത് 8.60 ബില്യൺ ഡോളർ അഥവാ 80,000 കോടി രൂപയോളമാണ്. 30-ാമതായിട്ട് വരുന്നത് രേഖ ജുൻജുംവാല. ഇന്ത്യയുടെ വാറൻ ബഫറ്റ് എന്ന് വിളിക്കുന്ന രാകേഷ് ജുൻജുംവാലയിൽ നിന്നാണ് ഇവർക്ക് കോടികൾ മൂല്യമുള്ള സ്റ്റോക്ക് പോർട്ട്ഫോളിയോകൾ ലഭിക്കുന്നത്. 8.70 ബില്യൺ ഡോളർ അഥവാ 80,929 കോടി രൂപയോളമാണ് ഇവരുടെ ഇന്നത്തെ ആസ്തി എന്ന് പറയുന്നത്. 29-ാമതായിട്ട് വരുന്നത് ബർമൻ കുടുംബം. ഇവരെ കുറിച്ച് വേഗത്തിൽ അറിയണമെങ്കിൽ ഡാബർ ഇന്ത്യ ലിമിറ്റഡിന്റെ സ്ഥാപകരാണ് ഈ കുടുംബം. നിലവിലെ ഡാബർ ഗ്രൂപ്പിന്റെ ചെയർമാനായ മോഹിത് ബർമയുടെ ആസ്തി എന്ന് പറയുന്നത് ഏറെക്കുറെ 8.80 ബില്യൺ ഡോളർ അഥവാ 81,886 കോടി രൂപയോളമാണ്. 28-ാമതായിട്ട് വരുന്നത് ഹൽദിറാം ഫുഡ് ഇന്റർനാഷണലിന്റെ ചെയർമാനായ ശിവ് കിഷാൽ അഗ്രവാൾ ആണ്. 9 ബില്യൺ ഡോളർ അഥവാ 83,716 കോടി രൂപയോളമാണ് ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ വ്യക്തിഗത ആസ്തി എന്ന് പറയുന്നത്. 27-ാമതായിട്ട് വരുന്നത് പങ്കജ് പട്ടേൽ. ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ ഒന്നായ കാഡില ഹെൽത്ത് കെയർ കമ്പനിയുടെ ചെയർമാനായ ഇദ്ദേഹത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് 9.50 ബില്യൺ ഡോളർ അഥവാ 88,367 കോടി രൂപയോളമാണ്. 26-ാമതായിട്ട് വരുന്നത് രമേശ് ജുനേജ. ഇന്ത്യയിലെ മറ്റൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ മാൻകെയിൻസ് ഫാർമസ്യൂട്ടിക്കലിന്റെ സ്ഥാപകരിൽ ഒരാളായ ഇദ്ദേഹത്തിന്റെ വ്യക്തിഗത ആസ്തി എന്ന് പറയുന്നത് 9.70 ബില്യൺ ഡോളർ അഥവാ 90,000 കോടി രൂപയോളമാണ്. 25-ാമതായിട്ട് വരുന്നത് മുരളി ദിവി. ദിവിസ് ലബോറട്ടറീസ് സ്ഥാപിച്ചത് ഇദ്ദേഹവും തന്റെ കുടുംബവുമാണ്. 10 ബില്യൺ ഡോളർ അഥവാ 93,016 കോടി രൂപയോളമാണ് ഇന്നത്തെ ഇവരുടെ ആസ്തി എന്ന് പറയുന്നത്. 24-ാമതായിട്ട് വരുന്നത് ഗോദ്രേജ് ഗ്രൂപ്പിന്റെ ചെയർമാനായ നാദിർ ഗോദ്രേജ് ആണ്. ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 10.20 ബില്യൺ ഡോളർ അഥവാ 94,876 കോടി രൂപയോളമാണ്. ഇന്ത്യയിലെ മറ്റൊരു പേര് കേട്ട സമ്പന്ന കുടുംബമാണ് ഗോദ്രേജ് ഫാമിലി. 23-ാമതായിട്ട് വരുന്നത് ജോർജ് ജേക്കബ് മുത്തൂറ്റ്. മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ നിലവിലെ ചെയർമാനായ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ഏകദേശം 10.40 ബില്യൺ ഡോളർ അഥവാ 96,738 കോടി രൂപയോളമാണ്. 22-ാമതായിട്ട് വരുന്നത് അസിം പ്രേംജി. വിപ്രോം ടെക്നോളജിക്കൽ കമ്പനിയുടെ സ്ഥാപകനും ഡയറക്ടറും ഒക്കെയായ അസിം പ്രേംജിയുടെ ആസ്തി എന്ന് പറയുന്നത് 10.80 ബില്യൺ ഡോളർ അഥവാ 1,00,000 കോടി രൂപയോളമാണ്. 21-ാമതായിട്ട് വരുന്നത് ഇന്ദിക എയർലൈൻസിന്റെ സ്ഥാപകരായ കപിൽ ഭാട്ടിയെയും മകനായ രാഹുൽ ഭാട്ടിയെയുമാണ്. നിലവിലെ ഇവരുടെ ആസ്തി എന്ന് പറയുന്നത് 10.90 ബില്യൺ ഡോളർ അഥവാ 1.13 ലക്ഷം കോടി രൂപയോളമാണ്. 20-ാമതായിട്ട് വരുന്നത് ജാംഷിദ് ഗോദ്രേജ്. നിലവിലെ ഗോദ്രേജ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറായ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് ഏകദേശം 11.20 ബില്യൺ ഡോളർ അഥവാ 1.23 ലക്ഷം കോടി രൂപയോളമാണ്. 19-ാമതായിട്ട് വരുന്നത് എയ്ച്ചർ മോട്ടോഴ്സിന്റെ സ്ഥാപകരും ഇന്ത്യയിൽ റോയൽ എൻഫീൽഡ് ബൈക്കുകളുടെ വിതരണക്കാരുമായ വിക്രം ലാലും ഇദ്ദേഹത്തിന്റെ കുടുംബവുമാണ്. എയ്ച്ചർ മോട്ടോഴ്സിന്റെ സിഇഒ ആയ വിക്രം ലാലിന്റെ ആസ്തി എന്ന് പറയുന്നത് ഏകദേശം 11.40
ബില്യൺ ഡോളർ അഥവാ 1.60 ലക്ഷം കോടി രൂപയോളമാണ്. 18ാമതായിട്ട് വരുന്നത് മധുക്കർ പരേഗ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പശ നിർമ്മാണ കമ്പനികളിൽ ഒന്നായ പിഡിലൈറ്റ് എന്ന കമ്പനിയുടെ ചെയർമാനായ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 12.70 ബില്യൺ ഡോളർ അഥവാ 1,18,000 കോടി രൂപയോളമാണ്. 17ാമതായിട്ട് വരുന്നത് രവി ജയ്പൂരിയ. പെപ്സിക്കോ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുഡ് ആൻഡ് ബീവറേജുകളുടെ കമ്പനിയായ വരുൺ ബീവറേജിന്റെ സ്ഥാപകനും ചെയർമാനും ഒക്കെയാണ് രവി ജയ്പൂരിയ. ഏകദേശം 13.30 ബില്യൺ ഡോളർ അഥവാ 1,23,000 കോടി രൂപയോളമാണ് ഇദ്ദേഹത്തിന്റെ നിലവിലെ ആസ്തി എന്ന് പറയുന്നത്. 16ാമതായിട്ട് വരുന്നത് ഷാപൂർ മിസ്ത്രി. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓട്ടോമൊബൈൽ കമ്പനിയായ ഷാപൂർജി വല്ലേൻജി അഥവാ SP ഗ്രൂപ്പിന്റെ ചെയർമാനാണ് ഇന്ന് ഇദ്ദേഹം. നിലവിലെ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 13.70 ബില്യൺ ഡോളർ അഥവാ 1,27,000 കോടി രൂപയോളമാണ്. 15ാമതായിട്ട് വരുന്നത് സുധീർ ആൻഡ് സമീർ മേത്ത. ടോറന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകരായ ഇവരുടെ ആസ്തി എന്ന് പറയുന്നത് 14.10 ബില്യൺ ഡോളർ അഥവാ 1,31,000 കോടി രൂപയോളമാണ്. 14ാമതായിട്ട് വരുന്നത് ഉദയ് കൊട്ടാക്. കൊട്ടാക് മഹീന്ദ്ര ബാങ്കിന്റെ സിഇഒയും സ്ഥാപകനും ഒക്കെയാണ് നിലവിൽ ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഏകദേശം 14.60 ബില്യൺ ഡോളർ അഥവാ 1,35,000 കോടി രൂപയോളമാണ്. 13ാമതായിട്ട് വരുന്നത് കുശാൽ പാൽ സിംഗ്. ഒരു പട്ടാളക്കാരനായ ഇദ്ദേഹം 1970കളിൽ ആരംഭിച്ച DLF അഥവാ ഡൽഹി ലാൻഡ് ആൻഡ് ഫിനാൻസ് എന്ന കമ്പനിയുടെ ചെയർമാനാണ് നിലവിൽ ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 16.70 ബില്യൺ ഡോളർ അഥവാ 1,55,000 കോടി രൂപയോളമാണ്. 12ാമതായിട്ട് വരുന്നത് ലക്ഷ്മി മിത്താൽ. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ മൈനിങ് കമ്പനികളിൽ ഒന്നായ ആർസെല്ലർ മിത്താലിന്റെ ചെയർമാനാണ് നിലവിൽ ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 20 ബില്യൺ ഡോളർ അഥവാ 1,86,000 കോടി രൂപയോളമാണ്. 11ാമതായിട്ട് വരുന്നത് ഹിന്ദുജ ഫാമിലി. 1914 ആരംഭിച്ച ഹിന്ദുജ ഗ്രൂപ്പ് ഇന്ന് നടത്തിക്കൊണ്ടുപോകുന്നത് സഹോദരങ്ങളായ ശ്രീചന്ദ് ഹിന്ദുജ, ഗോപിചന്ദ് ഹിന്ദുജ, പ്രകാശ് ഹിന്ദുജ, അശോക് ഹിന്ദുജ എന്നീ 4 ആളുകളാണ്. ഏകദേശം 20.60 ബില്യൺ ഡോളർ അഥവാ 1,91,000 കോടി രൂപയോളമാണ് ഇവരുടെ ആസ്തി എന്ന് പറയുന്നത്. 10ാമതായിട്ട് വരുന്നത് ബിർള ഗ്രൂപ്പിന്റെ ചെയർമാനായ കുമാർ മംഗലം ബിർളയാണ്. 1857 ആരംഭിച്ച ബിർള ഗ്രൂപ്പിന്റെ ഇന്നത്തെ 4ാം തലമുറക്കാരനാണ് കുമാർ ബിർള. ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് ഏകദേശം 20.70 ബില്യൺ ഡോളർ അഥവാ 1,95,000 കോടി രൂപയോളമാണ്. 9ാമതായിട്ട് വരുന്നത് സൈറസ് പൂനാവല്ല. ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാണ കമ്പനികളിൽ ഒന്നായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ നിലവിലെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 21.40 ബില്യൺ ഡോളർ അഥവാ 1,99,000 കോടി രൂപയോളം. 8ാമതായിട്ട് വരുന്നത് നീരജ് ബജാജ്. ലോകത്തിലെ ഏറ്റവും വലിയ ബൈക്ക് നിർമ്മാണ കമ്പനികളിൽ ഒന്നായ ബജാജ് ഗ്രൂപ്പിന്റെ ഇന്നത്തെ ചെയർമാനാണ് ഇദ്ദേഹം. ഏറെക്കുറെ 21.80 ബില്യൺ ഡോളർ അഥവാ 2 ലക്ഷം കോടി രൂപയോളമാണ് ഇന്നത്തെ നീരജ് ബജാജിന്റെ ആസ്തി എന്ന് പറയുന്നത്. 7ാമതായിട്ട് വരുന്നത് സൺ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ ദിലീപ് ശങ്കാവിയാണ്. ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 26.30 ബില്യൺ ഡോളർ അഥവാ 2,44,000 കോടി രൂപയോളമാണ്. 6ാമതായിട്ട് വരുന്നത് രാധാകിഷൻ ദമാനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ചെയിനുകളിൽ ഒന്നായ ഡിമാർട്ട് സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. 28.20 ബില്യൺ ഡോളർ അഥവാ 2,62,000 കോടി രൂപയോളമാണ് ഇന്നത്തെ രാധാകിഷൻ ദമാനിയുടെ സമ്പത്ത് എന്ന് പറയുന്നത്. 5ാമതായിട്ട് വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കമ്പനികളിൽ ഒന്നായ HCL എന്റർപ്രൈസസിന്റെ ചെയർമാനായ ശിവൻ നഡാർ ആണ്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് 33.20 ബില്യൺ ഡോളർ അഥവാ 3 ലക്ഷം കോടി രൂപയോളമാണ്. 4ാമതായിട്ട് വരുന്നത് സുനിൽ മിത്താൽ. ലോകത്തെ 2ാമത്തെ വലിയ ടെലികോം കമ്പനിയായ ഭാരതീയ എയർടെലിന്റെ ചെയർമാനായ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 34.20 ബില്യൺ ഡോളർ അഥവാ 3,18,000 കോടി രൂപയോളമാണ്. 3ാമതായിട്ട് വരുന്നത് സാവിത്രി ജിന്ദാൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ
സമ്പത്തുള്ള സ്ത്രീകളിൽ ഒന്നാം സ്ഥാനത്ത് ഇവരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജിൻദാൽ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ ആയ ഇവരുടെ ഇന്നത്തെ സമ്പത്ത് എന്ന് പറയുന്നത് ഏകദേശം $40.20 ബില്യൺ അഥവാ 3,72,000 കോടി രൂപയോളമാണ്. രണ്ടാമതായിട്ട് വരുന്നത് ഗൗതം അദാനി. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ധനികനായ വ്യക്തി അദാനി ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനും ഒക്കെയായ ഗൗതം ശാന്തിലാൽ അദാനിയാണ്. നിലവിലെ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് $92 ബില്യൺ അഥവാ 8,55,000 കോടി രൂപയോളമാണ്. ഒന്നാമതായിട്ട് വരുന്നത് മുകേഷ് അംബാനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് നിലവിൽ ഇദ്ദേഹം. 14 വർഷം തുടർച്ചയായി ഇന്ത്യയിലെ ഒന്നാമത്തെ ഏറ്റവും വലിയ ധനികൻ എന്ന സ്ഥാനം മുകേഷ് അംബാനി തുടർന്നു പോരുന്നു. ഏതായാലും ഇദ്ദേഹത്തിന്റെ ആസ്തിയുടെ കണക്കു വിവരങ്ങൾ പറയുകയാണെങ്കിൽ ഏകദേശം $105 ബില്യൺ അഥവാ 9,76,000 കോടി രൂപയോളമാണ്. അപ്പോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ കണ്ട വിവരങ്ങളെല്ലാം ഫോബ്സ് പട്ടിക 2026 എന്ന വർഷത്തിൽ പുറത്തുവിട്ട കണക്കുകളാണ്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.